ഹലോ. സ്പെഷ്യൽ വൺസിന്റെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വരുന്നുണ്ടോ? കയ്യിൽ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് കാർഡ് ഉണ്ടാക്കി നമുക്ക് അവർക്ക് സർപ്രൈസ് കൊടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ പോയല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെയോ അല്ലെങ്കിൽ ഫാമിലി തന്നെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ഈ കാർഡ് ഒന്നൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇതിനായിട്ട് ആദ്യം ഈ സ്ക്രീനിൽ കാണുന്ന മെഷർമെന്റ്സിൽ 2 പേപ്പർ എടുത്ത് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നല്ല കട്ടിയുള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 പേപ്പർ ഒരുമിച്ച് ജോയിൻ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ആ ഫസ്റ്റ് മെഷർമെന്റ്സിലുള്ള ഒരൊറ്റ പേപ്പർ മാത്രം എടുത്താലും മതി. എന്നിട്ട് ഈ കേക്കിന്റെ ഫസ്റ്റ് ലെയർ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന മെഷർമെന്റ്സിൽ 2 സ്ട്രിപ്പ് ഓഫ് പേപ്പർ ജോയിൻ ചെയ്ത് ഒട്ടിക്കുക. ഇനി പുറമേ കാണുന്ന കേക്കിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്ട്രിപ്പ് ഓഫ് പേപ്പറിൽ മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തിട്ട് ഒരു പാറ്റേൺ കൂടെ ക്രിയേറ്റ് ചെയ്യാനും ഒരു കളർഫുൾ ആയിട്ടുള്ള പേപ്പറിൽ നമ്മൾ അതും കൂടെ രണ്ടും ജോയിൻ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി ഈ ഫസ്റ്റ് ലെയർ ഓഫ് കേക്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 4.1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കൂടെ വെച്ച് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ലെയർ ഓഫ് കേക്കും ഇതേ പ്രോസസ്സിലൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെഷർമെന്റ്സ് എല്ലാം ചെറുതാക്കിയിട്ടാണ് ചെയ്യുന്നത്. മെഷർമെന്റ്സ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുക്കാനൊന്നും ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. പിന്നെ കേക്ക് ഒട്ടിക്കുമ്പോൾ പേപ്പറിന്റെ നടുക്ക് തന്നെ ഒട്ടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പോർഷൻസ് ഒക്കെ പുറത്തു കാണാനുള്ള ചാൻസും കൂടിയുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് കാർഡിന്റെ ഫൈനൽ പാർട്ടായിട്ട് ഞാനൊരു കാൻഡിൽ കൂടെ വരച്ചൊട്ടിച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ വിഷാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ക്രിയേറ്റീവ് ക്രാഫ്റ്റുമായിട്ട് വരുന്നത് വരെ ബൈ.